ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ CSEB എന്താ ഞങ്ങൾക്ക് പണി തരാൻ വേണ്ടി വന്ന ഒരു CSEB പോലെയുണ്ട്. ഞാൻ വന്ന സമയത്ത് 160 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിനുശേഷം അത് അടുത്ത എക്സാം ആയപ്പോ ആക്ട് കംപ്ലീറ്റ് ഒക്കെ മാറ്റി. അതിന്റെ ഇടയ്ക്കാണ് JCയും ഒക്കെ വന്നിട്ട് അതിനും കുറെ സമയം പോയി. പിന്നെ അത് കഴിഞ്ഞ് മെല്ലെ പഠിച്ചു കയറി മാത്സ് ഒക്കെ ടച്ച് വിട്ട് കുറച്ച് ഇടയിൽ വിട്ടപ്പോ പിന്നെ മാത്സ് ഒക്കെ പഠിച്ചു കണ്ടപ്പോ ആക്ട് പഠിച്ചെത്തി. അപ്പോഴേക്കും റൂള് മാറ്റി, അപ്പോഴേക്കും സിലബസ് മാറ്റി, അപ്പോഴേക്കും ക്വസ്റ്റ്യൻ 160 എന്നുള്ളത് 100 ആക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും എക്സാമിന്റെ കുറച്ച് ദിവസം മുൻപ് തന്നെ ഞങ്ങൾക്ക് അടുത്ത പണി എക്സാം ഇനി മുതൽ 3 എക്സാമായി മാറ്റുന്നു എന്നുള്ളത്. എന്താണ് ഇങ്ങനെ പണി തരുന്ന CSEBയോട് പറയാനുള്ളത്? എപ്പോഴുണ്ടല്ലോ ഏതൊരു കാര്യത്തിനും രണ്ട് സൈഡ് ഉണ്ടാവും. അതെ, അതിനും അതിന്റെ നെഗറ്റീവ് സൈഡായിട്ട് ഞാൻ അതിന്റെ എല്ലാ പോസിറ്റീവ് സൈഡും പറയും. നമ്മൾ എപ്പോഴും ആ സൈഡ് നോക്കിയാൽ മതി. അതായത് ഒന്നാമത്തെ കാര്യം 160 ചോദ്യം 100 ആക്കിയത്. കാരണം ഒരു സാധാരണ ഒരു ഉദ്യോഗാർത്ഥിക്ക് 2 മണിക്കൂറിനുള്ളിൽ 160 ചോദ്യം ചെയ്തെത്തുക എന്നുള്ളത് വലിയൊരു കഷ്ടമാണ്. ഈ എക്സാമിൽ പോയി കണ്ടപ്പോ എല്ലാവർക്കും സമയം മാത്രമല്ല നമുക്ക് ഈ 160ാമത്തെ ചോദ്യമൊക്കെ വായിക്കുമ്പോഴേക്കും ഇല്ലേ നമുക്ക് തന്നെ മനസ്സിലാവാതോ. കാരണം നമ്മുടെ ബ്രെയിന് ഒരു സാധാരണ എന്തുകൊണ്ടാണ് സ്കൂളിൽ 40 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് ഒരു സ്കൂൾ അവർ വെച്ചിട്ട് ഒരു അടുത്ത പീരീഡ് അടുത്ത സബ്ജക്റ്റിലോട്ട് മാറുന്നത്. കാരണം അത്രയും നമുക്ക് ഒരേ സമയം കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഒന്നുകിൽ എന്താ പറ്റാറ് വെച്ചാൽ കുട്ടികൾ മാത്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാസ്റ്റിലോട്ട് വെക്കും. ആ ഭാഗത്തുനിന്ന് മുഴുവൻ മാർക്കും പോകും. അല്ലെങ്കിൽ അക്കൗണ്ടൻസി ലാസ്റ്റ് വെക്കും. അക്കൗണ്ടൻസി എന്ന് വായിക്കുമ്പോൾ ഒന്നും മിസ് എനിക്ക് അറിയാവുന്ന ചോദ്യമാണ്, പക്ഷെ അറിഞ്ഞുകൊണ്ട് തെറ്റിച്ചു. പക്ഷെ ഇപ്പൊ നമുക്ക് 100 ചോദ്യവും 90 മിനിറ്റ് സമയമുണ്ട്. 1.5 മണിക്കൂറാണ്. ഞാൻ വർഷങ്ങളോളം PSC ആണ് പഠിപ്പിച്ചത്. ഞാൻ വർഷങ്ങളോളം PSC ആണ് എഴുതിയത്. ഞാൻ ജോലിക്ക് കയറിയതും PSC ആണ്. PSCയെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്നും പറയും CSEB മുത്താണ് മുത്ത്. കാരണം ഇത്രയും സ്പീഡായിട്ട് നോട്ടിഫിക്കേഷൻ വിളിക്കുകയും എക്സാം പബ്ലിഷ് ചെയ്യുകയും റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന വേറെ ഒരു എക്സാം നിങ്ങൾ ഇന്ത്യയിൽ അന്വേഷിച്ചോളൂ. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത എക്സാം ഇന്ന് എവിടെയില്ല. നമ്മുടെ എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഇല്ല. പിന്നെ ഇനി പറഞ്ഞതിൽ ഒരു കാര്യം, ആക്ടും റൂളും മാറ്റിയത് അത് പഠിക്കുന്ന കുട്ടി പറയണം. CSEBക്ക് അതിലൊരു റോളും ഇല്ല, ഗവൺമെന്റ് ആണ്. പിന്നെ ആ മാറ്റങ്ങളും നിങ്ങൾക്ക് നല്ലതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സഹകരണ സംഘത്തിലുള്ള പല പ്രശ്നങ്ങളെയും ഒഴിവാക്കുന്ന രീതിയിലാണ് പല കാര്യങ്ങളും. ഇപ്പൊ എൻക്വയറി ആയാലും അല്ലെങ്കിൽ എന്താ പറയുക ഓഡിറ്റിന്റെ ഭാഗത്തായാലും വന്ന മാറ്റങ്ങളെല്ലാം നല്ല മാറ്റങ്ങളാണ്. അപ്പൊ നമുക്ക് എന്തായാലും പഠിച്ചേ പറ്റും. മാത്രമല്ല ആക്ടും റൂളും പഠിക്കുമ്പോൾ നമ്മളത് സൊസൈറ്റിയിൽ പോയാലും നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം ഒന്നും ടെൻഷൻ ആവണ്ട. ഇപ്പൊ നമ്മുടെ ക്ലാസ് ഇങ്ങനെ കാണുക, പഠിക്കുക, വേണ്ട മാറ്റങ്ങൾ എഴുതി വെക്കുക. 3 അത് വളരെ നല്ലൊരു ഗുണമാണ് പഠിക്കുന്ന കുട്ടികൾ. എത്ര വർഷം അല്ലെങ്കിൽ എത്ര എക്സാം ദൂരം നടക്കുന്ന എനിക്കറിയില്ല. കാരണം CSEBക്കും ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി നടത്തണം, 3 ക്ലർക്ക് എക്സാം നടത്തണം, ടോട്ടൽ 4 എക്സാം ഒരു തവണ നടത്തണം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോട്ടറിയാണ്. ഇത് സുവർണാവസരം എന്ന് നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവില്ലേ, ട്രോളായിട്ടോ അല്ലെങ്കിൽ പല രാഷ്ട്രീയക്കാരൊക്കെ സുവർണാവസരം പറഞ്ഞ. ഞാൻ പറയും പഠിക്കുന്ന കുട്ടിയുടെ സുവർണാവസരമാണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എക്സാമില് ഒരു വീഴ്ച പറ്റും. ചിലർക്ക് എന്ത് പറ്റുന്നറിയോ, OMR ബബിൾ ചെയ്യുമ്പോൾ ഒരെണ്ണം കയറ്റി ബബിൾ ചെയ്തു, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 2 3 തെറ്റിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞ് ജോലി പോയ ആളുകളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ ഞായറാഴ്ച ഒരു എക്സാം എഴുതാം, സൂപ്പർ ഗ്രേഡിന്റെ എക്സാം എഴുതാം, വരുന്ന വീഴ്ച പരിഹരിച്ച് സ്പെഷ്യൽ ഗ്രേഡ് എഴുതാം, വരുന്ന വീഴ്ച പരിഹരിച്ച് 2 മുതൽ 7 വരെയുള്ള കാറ്റഗറി. ഇനി ജോലി ഏത് കിട്ടിയാലും ആദ്യത്തെ ലക്ഷ്യം ജോലി കിട്ടുകയാണ്. ആദ്യം ഒരു ജോലി കിട്ടിയിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ജോലിയിലോട്ട് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബാങ്കിലോട്ടൊക്കെ ശ്രമിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് പഠിക്കുന്ന എല്ലാവരും വിചാരിക്കേണ്ടത് ഓക്കെ 4 എക്സാം. അപ്പൊ നമ്മൾ ഒന്നിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ 2 എണ്ണം, ഒരു ക്ലർക്കും ഒരു അസിസ്റ്റന്റ് സെക്രട്ടറിക്കും വേണ്ടി പഠിച്ച ഇനി നമുക്ക് 4 എണ്ണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. മാത്രമല്ല CSEB വ്യക്തമായി സിലബസ് തന്നു. ഇതുവരെ പഠിപ്പിക്കുന്ന നമുക്കും ബുദ്ധിമുട്ടായിരുന്നു, പഠിക്കുന്ന നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. കാരണം ബാങ്കിങ് പലപ്പോഴും ഈ ചോദ്യമൊക്കെ ഇവർ എവിടുന്നാണ് എടുത്തിടുന്നത് എന്നൊരു ചിന്ത നമുക്ക് വരുന്നുണ്ട്. കാരണം പലതും പുതിയ ടേമുകളായിരിക്കും. പക്ഷെ ഇപ്പൊ വ്യക്തമായ സിലബസ് തന്നപ്പോ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ ചോദ്യം ഈ സിലബസിന്റെ ഭാഗത്തുനിന്നായിരുന്നു. അതേപോലെ തന്നെ GK ഒരു 10-14 ടോപ്പിക് അവർ തന്നിട്ടുണ്ട്. അതങ്ങ് പഠിച്ച GK ആയി. വൈഡായ സബ്ജക്ട് ആണെങ്കിൽ പോലും GK ഇപ്പൊ പക്ഷെ അതിനനുസരിച്ച് കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കയറുന്നുണ്ട്. എല്ലാവരും പഠിക്കാൻ കട്ട് ഓഫ് കൂടുക എന്നുള്ളത് അർത്ഥം കുട്ടികൾ പഠിക്കുന്നുണ്ട്. കൂടുതൽ പേര് ഈ എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. സിലബസ് മാത്രമല്ല എല്ലാവർക്കും മനസ്സിലായി CSEB കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അത് വേറൊന്നും കൊണ്ടുമല്ല. ഇപ്പൊ നമുക്കൊരു PSC എക്സാം നോട്ടിഫിക്കേഷൻ വന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും എക്സാം. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം GSE ലിസ്റ്റ് വന്നിട്ട് ഇനിയും ഇന്റർവ്യൂ തുടങ്ങിയിട്ടില്ല. ഇന്റർവ്യൂ കഴിഞ്ഞ് മെയിൻ ലിസ്റ്റ് ഇട്ട് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ മെയിൻ ലിസ്റ്റ് വന്ന് അപ്പോയിന്റ്മെന്റ് നൽകണമെങ്കിൽ ഒരുപാട് സമയം വരും. പക്ഷെ CSEB അതുപോലല്ല. ഈ മാസം നോട്ടിഫിക്കേഷൻ വിളിച്ചാൽ
2 അല്ലെങ്കിൽ 3 മാസത്തിലുള്ള എക്സാം ആണ്. ഇപ്പൊ ജൂലൈ 20 നിങ്ങൾ എക്സാം എഴുതി, ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ലിസ്റ്റ് വന്നു. അതായത് 15 ദിവസം അല്ലെങ്കിൽ 20ാമത്തെ ദിവസം നിങ്ങളുടെ ലിസ്റ്റ് ആണ്. നമ്മുടെ എന്താ പറയാ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ റാങ്ക് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ് വന്നു. ഇത്ര വളരെ അപ്പൊ അതുകൊണ്ട് CSEB കുട്ടികൾക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നതെല്ലാം നമ്മൾ നല്ലതായിട്ട് കണ്ടാൽ മതി. എല്ലാത്തിനും പിന്നെ അവരുടേതായ ചെറിയ ചെറിയ കാരണം അവിടെയും അവരും നോക്കുകയാണ്. കാരണം എങ്ങനെയാണ് പരീക്ഷയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന്. പക്ഷെ നിലവിലുള്ള മാറ്റങ്ങളെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് കാണാം. പിന്നെ നെഗറ്റീവായി കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. നമുക്ക് എന്തായാലും ജോലി കിട്ടണം. അപ്പൊ നമ്മൾ വരുന്ന മാറ്റങ്ങളെ സന്തോഷത്തോടുകൂടി 2 കൈ നീട്ടി അങ്ങ് സ്വീകരിക്കുക. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതെ, ഞാൻ എവിടെന്നോ ഇങ്ങനെ കേട്ടൊരു കോഴ്സ് ആയിരുന്നു. ഇപ്പൊ നമ്മള് പോസിറ്റീവായി ചിന്തിച്ചാൽ നമ്മുടെ അടുത്ത് വരുന്നതെല്ലാം പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളത്. അതായത് ഇപ്പൊ ഏകദേശം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഒരു ബ്ലൂ കാറിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വഴിയിലിറങ്ങി കറക്റ്റ് ആ ബ്ലൂ കാറിനെ തന്നെ കാണും. കാരണം നമ്മുടെ മൈൻഡിൽ അതാണ്. അതേപോലെ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് അട്രാക്ട് ചെയ്യുന്നതും പോസിറ്റീവ് ആയിരിക്കും. ഇതിലും നല്ലത് എനിക്ക് വരും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനോട് എന്താണ് മിസ്സിന് പറയാൻ? അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ. കാരണം ഞാന് തുടക്കം തൊട്ട് എന്റെ ക്ലാസ്സിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിലും പറയുന്ന എന്റെ യഥാർത്ഥ അനുഭവമാണ്. ഞാൻ പഠിച്ചത് BSc കെമിസ്ട്രി. എനിക്ക് കൊമേഴ്സുമായിട്ട് പ്രത്യേകിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ബന്ധമൊന്നുമില്ല. ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിലും കൊമേഴ്സ് പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്നോട് എന്നെ വളരെ വേണ്ടപ്പെട്ടവർ ഉപദേശിച്ചൊരു കാര്യമാണ്, അത് പറയണ്ട, നീ MBA ചെയ്യാന്ന് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ നീ എന്തെങ്കിലും എന്താ പഠിച്ചതെന്ന് വെച്ചാൽ അതങ്ങ് വിട്ടാ മതി. അപ്പൊ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യരുത്. പക്ഷെ ഞാൻ ആദ്യം പറയാ, ഞാൻ കൊമേഴ്സ് അല്ല. പക്ഷെ എനിക്ക് കൊമേഴ്സുകാരെ പഠിപ്പിക്കാൻ പറ്റും, എനിക്ക് അക്കൗണ്ടൻസി പഠിക്കാം, എനിക്ക് ലോ പഠിക്കാം, എനിക്ക് ബാങ്കിങ് പഠിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് MCom വരെ BCom വരെ പഠിച്ച നിങ്ങൾക്കതായിക്കൂടെ? ഇതേ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പൊ ഞാൻ പോസിറ്റീവായി ചിന്തിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ സ്ഥാപനം തുടങ്ങാനും എനിക്ക് ഇതിൽ ഉറച്ചു നിൽക്കാനും പറ്റിയത്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അക്കൗണ്ടൻസി ആരെങ്കിലും ഒരു ക്യാപ്സ്യൂൾ ആക്കിയിട്ട് ഇത് കഴിച്ചാ എല്ലാം കിട്ടും എന്ന് പറയുന്ന അല്ല. എന്നെ പഠിപ്പിച്ചു തന്ന ആള് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു. ഞാനത് അതേ ആത്മാർത്ഥതയോടുകൂടി എന്ത് ചെയ്തു, പഠിച്ചു. ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന BComന്റെയും MComന്റെയും യൂണിവേഴ്സിറ്റി ടെക്സ്റ്റുകളായിരിക്കും. പക്ഷെ നമ്മൾ അത് വാങ്ങി പഠിച്ചു എടുത്തു. പക്ഷെ അതുപോലെ നിങ്ങൾക്ക് വിചാരിച്ച ഒരു ജോലിയല്ലേ വാങ്ങണ്ടു. ഇപ്പൊ എന്നെ പോലെ കുറെ പഠിപ്പിക്കണ്ട, അല്ലെങ്കിൽ ഇപ്പൊ പഠിപ്പിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ളത്. കാരണം കൊമേഴ്സുകാരെ മുന്നിൽ ഇരുത്തിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടുന്ന് വരുന്ന സംശയങ്ങൾക്കും കൂടി നമ്മൾ ഉത്തരം പറയണം. അല്ലാതെ ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്തു വന്ന കാര്യം മാത്രം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ഓൺലൈൻ ക്ലാസ്സിൽ നടക്കുമായിരിക്കും, ഓഫ്ലൈൻ ക്ലാസ്സിൽ അത് നടക്കില്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നില്ല. നിങ്ങൾക്ക് ആകെ CSEB ചോദ്യം ചോദിക്കും, 4 ഓപ്ഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിൽ 2 ഓപ്ഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഏതല്ലേ. ബാക്കിയുള്ള 2 ഓപ്ഷനിലാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ മുഴുവൻ. അപ്പൊ 2-1 തെരഞ്ഞെടുക്കാൻ അത്രയൊന്നും പണിയില്ല. നന്നായിട്ട് പഠിച്ച അടുത്ത എക്സാമില് എല്ലാവർക്കും ആരൊക്കെയാണോ പഠിക്കുന്നത് അവർക്കെല്ലാം ജോലി കിട്ടും. ലോ പഠിക്കാന്നുള്ളത് ഒരു വല്ലാത്ത ടാസ്കാണ്. എന്താണ് മിസ് അതിന് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ട്രിക്ക്? ലോയാണ് പഠിക്കാൻ ഏറ്റവും എളുപ്പം. കാരണം എന്താണെന്നറിയോ, ബാങ്കിങ് ആണെങ്കിൽ RBI ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗൈഡ് ലൈൻസ് പറയും. RBI ഇങ്ങനെ മാറ്റം കൊണ്ടുവരുന്നതിനനുസരിച്ച് നമ്മളും മാറണം. ഇപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പെക്യൂണിയറി ജൂറിസ്ഡിക്ഷൻ അടുത്താണ് മാറിയത്, എക്സാമിന് ചോദ്യം ചോദിച്ചു. അതുപോലെ BR ആക്ട്, അങ്ങനെ ഓരോന്നിനും. പക്ഷെ KCS ആക്ട് ആൻഡ് റൂളില് കാലങ്ങൾക്ക് ശേഷം ഇപ്പൊ ഒരു അമെന്റ്മെന്റ് വന്നു. ഇനിയിപ്പോ അടുത്ത കാലത്തൊന്നും അമെന്റ്മെന്റ് വരാനില്ല. അത് പഠിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ, ഈ പഠിക്കാൻ ഇറങ്ങുന്ന കുട്ടി ആദ്യം ചിന്തിക്കുക, ലോ പഠിച്ചാൽ എല്ലാമായി, ലോ പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്നും ആയിട്ടില്ല. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 15 മാർക്കാണ്. പക്ഷെ എന്ത് ചെയ്യുന്നറിയോ, ഈ 15 മാർക്കിന്റെ ലോയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം അതിനുവേണ്ടി മാത്രം ഫോക്കസ് ചെയ്യും. കാരണം ഇവർക്ക് ലോ കിട്ടിയാൽ എല്ലാം കിട്ടി എന്നുള്ളൊരു കാരണം ഇല്ല. ലോ ഒരു ഭാഗം മാത്രമാണ്. ലോ പഠിക്കാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞത്, ഇന്ന് എത്ര വരെയാണോ സെക്ഷൻ പഠിച്ചത് അത് റിവിഷൻ നടത്തിയിട്ട് മാത്രം നാളേക്ക് പഠിക്കും. അതല്ലാതെ 110 സെക്ഷൻ ഒരു ദിവസം 10 സെക്ഷൻ പഠിച്ചാൽ 11 ദിവസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ എത്രയുണ്ട്? ഇങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾ ഡെയിലി 10 സെക്ഷൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, വായിക്കാൻ പറ്റും. പക്ഷെ അതൊരിക്കലും ഓർമ്മയിൽ ഉണ്ടാവില്ല. ഇപ്പൊ അനു തന്നെ സെക്ഷൻ എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും ഡൗട്ട് വരുന്നതിന്റെ കാരണം നമ്മൾ റിവിഷൻ ചെയ്യുന്നില്ല. ചെയ്യേണ്ട കാര്യം ഈ അമെന്റ്മെന്റ് വന്നപ്പോ അത് റിവിഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം
അത് ഉറപ്പായിട്ട് അമെന്റ്മെന്റ് വന്നപ്പോഴുള്ള കാര്യം എന്തായാലും പുതുതായി പഠിക്കുന്ന കുട്ടിക്ക് ബുദ്ധിമുട്ടില്ല. പഴയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 3 വർഷം മാറി 2 വർഷമാവും, ചില 2 വർഷങ്ങൾ മാറി 3 വർഷം. നമ്മുടെ മനസ്സിൽ 2 വർഷമുണ്ട്, 3 വർഷമുണ്ട്. അപ്പൊ അത് നമുക്ക് വന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് എഴുതി വെച്ച് പഠിക്കുക. ലോ പഠിക്കാൻ ആദ്യം തന്നെ ഇല്ലേ ഒരു സബ്ജക്റ്റും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ചിന്തിക്കുക. കാരണം ഇപ്പൊ നമ്മള് ഡ്രൈവ് ചെയ്യാൻ ഇറങ്ങുമ്പോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കമന്റ് ആയിരിക്കും, ഹസ്ബൻഡ് പഠിപ്പിച്ചു തന്നാൽ നമ്മൾ ഒരിക്കലും ഡ്രൈവിംഗ് പഠിക്കില്ല എന്നുള്ളത്. അത് കല്യാണം കഴിഞ്ഞ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം എന്താണെന്നറിയോ, നമ്മൾ ആ സീറ്റിൽ കയറി ഇരിക്കുമ്പോ തുടങ്ങും വണ്ടിയുടെ ക്ലച്ചിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും, ക്ലച്ചിൽ അമിതമായി ചവിട്ടിയാൽ അത് കരിഞ്ഞു പോകും, അവിടെ വരെയും ഇവിടെ വരെയും, ബാക്ക് നോക്ക് സൈഡ് നോക്ക്, നിർദ്ദേശങ്ങളുടെ ഒരു പെരുമഴയായിരിക്കും. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ ദേഷ്യം വരാൻ. അപ്പൊ നമ്മൾ ഡ്രൈവിംഗേ എന്ത് ചെയ്യും, നിർത്തിയിട്ട്. അത് നമ്മൾ ഇതേ കാര്യം നമ്മള് ഒരു ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുമ്പോ ആളുടെ ആവശ്യമാണ് നമുക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരാന്നുള്ളത്. അപ്പൊ ആളെന്ത് പറയും, സാരമില്ലാതെ ഇത്തിരി സൈഡിലേക്ക് എടുത്താൽ മതി, കുഴപ്പമില്ല. ഇതേപോലെയാണ് ഒരു വിഷയം പഠിക്കാൻ ഇറങ്ങുമ്പോ കാണേണ്ടത്. നമ്മള് എല്ലാ വിഷയവും ഈസിയാണ്, ഒന്നും തന്നെ ടഫായ സബ്ജക്റ്റ് ഇല്ല എന്നൊരു ആറ്റിറ്റ്യൂഡിൽ വേണം നമ്മൾ ആദ്യമേ അതിനെ സമീപിക്കാൻ. പലരും ഉണ്ട് കേട്ടോ, അയ്യോ ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പഠിത്തം നിർത്താൻ, അല്ലെങ്കിൽ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം നിർത്താൻ എന്ന് ചിന്തിക്കുന്നവർ. എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? പഠനം ഒരു രസകരമായിട്ട് അങ്ങ് കാണാം. എനിക്ക് 40 വയസ്സായി, ഇപ്പോഴും പഠിക്കുന്നു, ഇപ്പോഴും എല്ലാ ദിവസവും കറണ്ട് അഫെയർ എഴുതുന്നു. ഏറ്റവും ആദ്യം പുതിയ ഡയറി വന്നു കഴിഞ്ഞാൽ ഞാനാണ് വീട്ടിൽ ആദ്യം വാങ്ങി വെക്കുക. അത് എനിക്ക് കറണ്ട് അഫെയറിന്റെ നോട്ട് ചെയ്താണ്. ഇത് എന്ന് തുടങ്ങിയ ശീലമാണ്, ഒരു 2005 പഠിക്കാൻ തുടങ്ങിയ കാലം തൊട്ട്. അതായത് നമുക്ക് പഠനവും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമായി കാണുക. ലോ ഒന്നും പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, റിവിഷൻ നടത്തുക. ലോയ്ക്ക് മാത്രമല്ല ഏതൊരു സബ്ജക്റ്റും റിവിഷൻ നടത്തണം. ശരിക്കും പറഞ്ഞാൽ ലോയേക്കാൾ കൂടുതൽ നമ്മൾ കോർപ്പറേഷൻ ഒക്കെയാണ് പഠിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് തന്നെ. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കുമല്ലോ. കാരണം കുറെ വർഷങ്ങൾ, കുറെ ആളുകളുടെ പേരുകൾ, കുറെ ജേണലുകൾ, ഇതൊക്കെ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ചെറിയ ചെറിയ നോട്ട് ഉണ്ടാക്കി വെച്ച് പഠിക്കുക. പിന്നെ ലോ പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ സുഹൃത്ത് ഇതേ എക്സാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അയ്യോ നമ്മളെല്ലാം പറഞ്ഞു കൊടുത്താൽ അവർക്ക് ആദ്യം ജോലി കിട്ടും, നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട. നമ്മൾ പറഞ്ഞു കൊടുത്താലും പഠിക്കണം എന്ന് ഉദ്ദേശമുള്ള ആള് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പഠിക്കുള്ളൂ. അല്ല, പഠിക്കണം എന്ന് ഉദ്ദേശമുള്ള ആളെ പഠിക്കുള്ളൂ. പിന്നെ കുറെ നോട്ടിഫിക്കേഷൻ, കുറെ വേക്കൻസി വിളിക്കും, ഒരെണ്ണം നമുക്ക് കിട്ടണം, അതല്ലേ നമ്മുടെ ലക്ഷ്യത്തിലുള്ള. നമ്മൾ ആൾക്ക് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുത്തിട്ട് ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്യും, ഉറപ്പിച്ച് പഠിക്കും. അങ്ങനെ പഠിപ്പിച്ച് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും കൊടുത്തും നല്ലൊരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. പലരും ഇല്ലേ ഇപ്പൊ ഓഫ്ലൈനിൽ തന്നെ വരണമെന്നൊന്നുമില്ല, ഓൺലൈനായിട്ട് ഗൂഗിൾ മീറ്റ് വെച്ചും അങ്ങനെ പല രീതിക്കും കമ്പൈൻ സ്റ്റഡി നടത്തുന്നുണ്ട്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പൈൻ സ്റ്റഡി സ്റ്റഡിക്കുള്ളതായിരിക്കണം. നമ്മളിങ്ങനെ കൂടുന്നു, ഇന്നലെ ആ സിനിമ കണ്ടോ, എടി അവളില്ലേ, എടാ അവനില്ലേ, അത് പാടില്ല. പൂർണ്ണമായിട്ടും പഠിക്കാനിരുന്ന ലോയൊക്കെ ഇങ്ങനെ കമ്പൈൻ സ്റ്റഡിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും കൊടുത്തും പഠിക്കുക. ഉറപ്പായിട്ടും മിസ് പിന്നെ വേറൊരു ട്രിക്ക് പറഞ്ഞത്, വടി വെച്ച് ഒരു പാവക്കുട്ടിനെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ കണ്ണാടിക്ക് പഠിപ്പിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ മൊബൈൽ, ഞാൻ എപ്പോഴും പറയും, മൊബൈലിന്റെ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കുക, നമ്മളെ തന്നെ പഠിപ്പിക്കും. അതെ, കണ്ണാടി നോക്കി പഠിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മളെ പണ്ട് കുഞ്ഞിലെ സാരി കൊടുത്ത് ടീച്ചറായി പഠിപ്പിച്ച പോലെ അങ്ങ് പഠിപ്പിച്ചാൽ മതിയെന്നേ. ലോ എന്നും പഠിക്കാൻ ബുദ്ധിമുട്ട് ഇല്ല എന്നല്ല, കാരണം ഇത് ഓർഡറിൽ കുറെ അധികം പോയിന്റ്സ് ഓർത്തു വെക്കാനുണ്ട്. പക്ഷെ റിവിഷൻ നടത്തിയ ഉറപ്പായിട്ട് നടത്തും. ഇനി ഞാനൊരു ഫണ്ണായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോഴത്തെ കാലത്ത് പ്രണയം എന്നൊക്കെ വെച്ചാൽ ഇപ്പൊ ഇന്നലെ മിസ് മന്തി കഴിക്കാൻ പോയപ്പോ കണ്ടാണല്ലോ, ഫുൾ മന്തിയിലും കറക്കത്തിലും കൂടെയുള്ള പാർട്ട്ണറിനെ ഇത് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരാള് കിട്ടിയ ഒരാള്. പിന്നെ ഇപ്പോഴത്തെ ന്യൂജൻ കുറെ ടേംസ് ഒക്കെ ഉണ്ട്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പൊ ഇങ്ങനെ മാറി മാറി കളിക്കുന്ന അതിന് പിന്നെ ഒരു ഡിപ്രഷൻ, ഇതിനൊക്കെ ഒരു ഡിപ്രഷൻ വേണോന്ന് പോലും തോന്നിപ്പോ. അപ്പൊ അങ്ങനെ പോകുന്നൊരു കാലത്ത് പണ്ട് പബ്സും നാരങ്ങ വെള്ളവും കൊണ്ട് മാത്രം പ്രണയിച്ച ഒരു മിസ്സാണിത്. അപ്പൊ മിസ്സിന് എന്താണ് ആ കാലത്തെ, എന്തുകൊണ്ട് ഈ പബ്സിലും നാരങ്ങ വെള്ളത്തിലും മാത്രം ഒതുക്കി? പൈസ ഇല്ലാതല്ല എന്ന് എനിക്കറിയാം. ചോദ്യം നേരെ പേഴ്സണൽ ചോദ്യം. ഒന്നാമത്തെ കാര്യം അനു തന്നെ പറഞ്ഞു, പുതിയ ജനറേഷൻ, ഞാൻ പഴയ ജനറേഷൻ, ഞാൻ പഴയ ഓൾഡ്. ഇപ്പോഴും ഇങ്ങനെ ആൾക്കാരുണ്ട്, എനിക്കറിയാം. ഒന്നാമത്തെ കാര്യമില്ലേ, എല്ലാ കാര്യത്തിലും ഞാൻ പ്രാക്ടിക്കൽ ബുദ്ധിയോടുകൂടി മാത്രം ചിന്തിച്ച ഒരാളാണ്. അതിപ്പം ദേവിക പ്ലസ് പോയിന്റ് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടുന്നത്. ഞാൻ ഓരോരിടത്തും ഒരു ദിവസം പോവും, അടുത്ത ദിവസം ലീവ് എടുക്കും, പിന്നെ അവസാനം രാജിവെക്കും. ആകെ എല്ലാം കൂടെ ഒരു 10-15 ദിവസമേ ജോലിക്ക് പോയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ പുറത്തൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ
ഇത്രയും നല്ല ജോലി കിട്ടിയിട്ട് ഒഴിവാക്കിയോ എന്ന് ചോദിക്കും. ഞാൻ അവിടെയും എന്റെ ഒരു പ്രാക്ടിക്കലായിട്ട് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇതേ ബുദ്ധിയോടുകൂടിയാണ് അന്നും പഠിച്ചത്. സത്യം പറഞ്ഞ നമ്മള് വിജയിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം തോന്നരുതല്ലോ നമ്മള് എന്താ പറയാ, അതെ മുതലെടുത്തു എന്നോ അങ്ങനൊന്നുമില്ല. പിന്നെ എന്താന്ന് വെച്ചാ ഒരു നാരങ്ങ വെള്ളവും പപ്സും കുടിച്ചാൽ തന്നെ നമുക്ക് കുറെ നേരം സംസാരിച്ചിരിക്കാം എന്നുള്ളത് കൂടിയായിരുന്നു അതിന്റെ പിന്നില്. പക്ഷെ ആ സെലക്ഷൻ പാളിപ്പോയില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു സക്സസ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, മിസ്സിന്റെ ലൈഫില് ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയ രണ്ടാൾക്കാരാണ്. ഒന്ന് ഒരു ഡോക്ടറും പിന്നെ സന്ധ്യ മിസ്സും. എന്താണ് അവരെ കുറിച്ച് 2 വാക്ക് പറയുകയാണെങ്കിൽ എന്താണ് പറയാ? അവരെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ശരിക്കും അതൊരു വലിയൊരു നഷ്ടമായി പോകും. 2 വാക്കുകൊണ്ട് തീരില്ല. എന്നാലും ഓക്കെ. ആദ്യത്തെ ആള് എന്റെ സ്വന്തം പാർട്ട്ണർ. ആള് കഴിഞ്ഞിട്ട് എന്റെ ലൈഫിൽ ബാക്കി എല്ലാം. കാരണം എല്ലാവരും വരുന്നുള്ളൂ എന്നുള്ളതല്ല. ഇപ്പോ ഞാൻ എന്തെടുക്കുന്ന തീരുമാനത്തിനും കൂടെ നിൽക്കാൻ ഒരാളുണ്ടായത് കൊണ്ടാണ് ഇത് ഇത്രയും എത്തിയത്. അതേപോലെ തന്നെ എന്റെ ലൈഫിലെ ഓരോ ഘട്ടത്തിലും എനിക്കിങ്ങനെ ഓരോരുത്തർ എന്റെ മുന്നിലേക്ക് വരും. അത് കുറച്ചു കാലമായിട്ട് എന്റെ ഒരു അനുഭവമാണ്. ഒരു പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അച്ഛനെ നഷ്ടപ്പെട്ടപ്പോ തൊട്ട് ഞാൻ എപ്പോഴും വിചാരിക്കും, അച്ഛനാണ് എന്റെ കാവൽമാലാകിയായിട്ട് എന്റെ കൂടെ നിൽക്കുന്നത്, അച്ഛനാണ് വഴികാട്ടിയായിട്ടെന്ന്. അപ്പൊ എനിക്കൊരു ആവശ്യം വരുമ്പോ ഒരാൾ എന്റെ മുന്നിലേക്ക് വരുന്ന പറഞ്ഞ പോലെ ഞാന് CSEBയുടെ സബ്ജക്ട് ക്ലാസ് തുടങ്ങണമെന്ന് വിചാരിച്ച് അക്കൗണ്ടൻസി എടുക്കാൻ. അത് മാത്രം എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഡെപ്റ്റർ എന്താ ക്രെഡിറ്റർ എന്താന്ന് അറിയാത്ത ഞാൻ ബാക്കിയൊക്കെ പഠിച്ചെടുക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസും മുന്നേ ക്ലാസ് എടുത്ത അനുഭവങ്ങളും ഉണ്ട്. ലോ ഒക്കെ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ചത് കൊണ്ട് ഓക്കെ അതുപോലെ പറഞ്ഞു കൊടുക്കാം എന്നുള്ളൊരു ധൈര്യം. പക്ഷെ അക്കൗണ്ടൻസിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ധൈര്യവും ഇല്ല. അതിപ്പോ സന്ധ്യ മിസ്സിനെ വിളിക്കുന്നു. സന്ധ്യ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആളെ സമീപിക്കുന്നത്. പക്ഷെ എന്നോട് ഇത്രേ പറഞ്ഞുള്ളൂ, ഇത്രയും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമ്പോ ഞാൻ വീട്ടിൽ പോയിട്ട് എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോട് പറയാറുണ്ട്, കൊമേഴ്സ് പഠിച്ച നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, പക്ഷെ മിസ് ഇത് പറ്റുന്നുണ്ട്. അപ്പൊ അക്കൗണ്ടൻസി എന്നെക്കാൾ നന്നായിട്ട് മിസ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ടീച്ചർ എന്ന് പറയാം, ഞാൻ ടീച്ചർക്ക് പറഞ്ഞുതരാം, പഠിപ്പിച്ചു തരാം. ടീച്ചർ പഠിച്ചു പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു. ആകെ അക്കൗണ്ടൻസി പഠിക്കാൻ തുടങ്ങിയത് +1 +2 PK ലാസറിന്റെ 2 പഴയ ടെക്സ്റ്റ് വാങ്ങിയാൽ മതി. കാരണം എന്താണെന്നറിയോ, പഠിപ്പിക്കുമ്പോ സന്ധ്യക്ക് പോലും തോന്നിയിട്ടുണ്ടാവില്ല ഞാൻ ഇത്രയും നല്ല പഠിക്കുന്ന കുട്ടിയാണെന്ന്. ആ കൊറോണ സമയത്ത് ഓൺലൈനായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അക്കൗണ്ടൻസി. ഇന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പണ്ട് ഞാൻ പറയുന്നത് എനിക്ക് കെമിസ്ട്രിയാണ് പഠിപ്പിക്കാൻ ഏറ്റവും ഇഷ്ടമെന്ന്. ഞാൻ സത്യത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ കെമിസ്ട്രി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാന്ന് പറയും. കാരണം എന്റെ സ്വന്തം സബ്ജക്ട് അതായതുകൊണ്ട്. പക്ഷെ ഇപ്പൊ ചോദിച്ചാൽ ഞാൻ പറയും അക്കൗണ്ടൻസിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട്. കാരണം നമ്മുടെ ജീവിതത്തെ നമുക്ക് തിരിച്ചു തന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു സബ്ജക്ട്. പിന്നെയുള്ളത് ഡോക്ടറാണ്. ഡോക്ടറുടെ പേര് ശ്രീറാം ശങ്കർ. ഗവൺമെന്റ് ഹോസ്പിറ്റലിലത്തെ ഫിസിഷ്യനാണ്. ഡോക്ടർ എപ്പോഴും വിനയത്തോടുകൂടി പറയും ഞാൻ വെറും ഒരു ഫിസിഷ്യനാണ്. പക്ഷെ ഓരോരുത്തരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ നമ്മൾ എപ്പോഴും ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ചിലർക്ക് ഭയങ്കര സ്ട്രോങ് ആയ മനസ്സായിരിക്കും, ചിലർക്ക് വളരെ വീക്ക് ദുർബലമായ മനസ്സായിരിക്കും. നമ്മുടെ മനസ്സിന് ഓക്കെ എനിക്ക് എന്തോ ഒരു ടെൻഷൻ വരുന്നു എന്ന് തോന്നിയാ ഡോക്ടറെ കാണുക എന്നുള്ളത് അത്ര വലിയ തെറ്റൊന്നുമില്ല. അപ്പൊ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തില് ഡിപ്രഷനിലൂടെ കടന്നു പോകാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ചിലപ്പോ ഉണ്ടാവാം. എല്ലാം ഓക്കെ. എന്നെ പോലെ ഒരാൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടപ്പോ എനിക്ക് താങ്ങാൻ പറ്റില്ല. അത് എന്റെ ലൈഫിലുണ്ടായ ഒരു നമുക്കറിയാം ആ നഷ്ടത്തെ നമുക്ക് നികത്താൻ പറ്റില്ല, ഇതിങ്ങനെയാണോ എല്ലാം നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു ഭാഗം നമ്മുടെ മനസ്സിലുണ്ട്. ആ ഭാഗത്തിന് ഇതൊന്നും മനസ്സിലാവില്ല. അല്ലെങ്കിൽ ചിലപ്പോ ബുദ്ധിക്ക് ഇതെല്ലാം മനസ്സിലാവും, പക്ഷെ മനസ്സിന് ഇതൊന്നും മനസ്സിലാവില്ല. അത് നമുക്ക് പറ്റില്ല. കാരണം ഇപ്പൊ ഇതിലും വലിയത് എന്തെങ്കിലും ചോദിച്ചാൽ ഇതിലും വലുത് എനിക്ക് ചിന്തിക്കാനില്ല. അപ്പൊ നമ്മളോടിപ്പോ നമ്മൾ പറയില്ല ഇതിലും വലുത് വരാൻ, പക്ഷെ ഇതിലും വലുത് എനിക്ക് ചിന്തിക്കാനില്ല, ഇതാണ് എന്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് ഞാൻ ചിന്തിച്ചെടുത്ത് എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ഉറക്കമില്ലാതെ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ കഴിയണം. ഞാനൊരു 2000 ട്യൂഷൻ എടുത്ത് തുടങ്ങിയതാണ്. ഞാൻ എപ്പോഴും പറയും സർവീസിലാണെങ്കിൽ റിട്ടയർ ചെയ്യേണ്ട കാലമായി. 2000 മാർച്ചില് SLC കഴിഞ്ഞ് 2000 ഏപ്രിലില് SLC ബാച്ചിന് ട്യൂഷൻ എടുത്ത് തുടങ്ങിയതാണ്. അപ്പൊ അന്ന് തൊട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞാൻ മാസങ്ങളോളം പഠിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായി. ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ എനിക്ക് സ്വാഭാവികമായും കൊടുക്കുന്ന ചെറിയ ഡോസ് മരുന്നുകളൊക്കെ തന്നു. പിന്നെ ആ ഡോസിലൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ഇതുപോലെ തന്നെ തുടരുന്നു. വീണ്ടും ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ മരുന്നിന്റെ ഡോസ് കൂട്ടി. 3ാമത്തെ തവണ ഡോക്ടറെ കാണാൻ പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി ഇതിൽ മരുന്നില്ല, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അന്ന് എനിക്ക് വേണ്ടി ഡോക്ടർ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സമയം ഡോക്ടർ എന്നെ കേട്ടിരുന്നു. സത്യം പറഞ്ഞാൽ അതായിരുന്നു എനിക്ക് ആവശ്യം. അല്ലെങ്കിൽ അതായിരുന്നു എനിക്ക് തന്ന ഡോക്ടർ ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടി ചെയ്തൊരു കാര്യം. എന്നെ കേട്ടു.
എന്നെ ഒരു അരമണിക്കൂർ ഡോക്ടർ കേട്ടപ്പോ എനിക്ക് പറയാനുള്ള സങ്കടങ്ങൾ മുഴുവൻ ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അവിടുന്ന് ഡോക്ടർ പറഞ്ഞു, ഓക്കെ, ഇത്രയും പഠിപ്പിക്കുന്ന, ഇത്രയും ബോൾഡായ എന്നൊരു തിരിച്ചറിവ് തരുമല്ലോ. നമ്മളിങ്ങനെ കരഞ്ഞിരിക്കേണ്ട ആളല്ല, നിങ്ങളെ കുട്ടികൾക്ക് ആവശ്യമുണ്ട്, തിരിച്ച് നിങ്ങളുടെ ലോകത്തേക്ക് മടങ്ങൂ എന്നുള്ളൊരു ഉപദേശം, അല്ലെങ്കിൽ എന്നെ കേൾക്കാൻ കാണിച്ച ആ ഒരു മനസ്സ്. നമ്മളെപ്പോഴും വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കണ്ട. ചിലപ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ചെലവാക്കുന്ന 10 മിനിറ്റ് ആയിരിക്കും അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ഞാൻ ഓരോ തവണ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ വളരെ വിനയത്തോടെ പറയും, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. അത് ഡോക്ടറെ, അതെ, നമ്മളോട് അന്നത്തെ പ്രോഗ്രാമിന് വന്നപ്പോഴും ഡോക്ടർ, പക്ഷെ ഡോക്ടർ ഒന്നും ചെയ്തതായിട്ട് ഡോക്ടർക്ക് ഫീൽ ചെയ്ത, പക്ഷെ എനിക്ക് എന്റെ ലൈഫില് അത് വലിയൊരു കാര്യമാണ്. പക്ഷെ അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ മറ്റൊരാളെ കേൾക്കാൻ തയ്യാറായ, മറ്റൊരാൾക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ. കാരണം ഇപ്പൊ എനിക്ക് കഴിഞ്ഞ വർഷം വരെ, ഇപ്പോഴാണ് ഞാൻ ശബ്ദത്തിന്റെ പ്രശ്നം, ഫോൺ കുറച്ച് അതുവരെ രാത്രി 1 മണിക്കും 12 മണിക്കും വിളിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. കാരണം അവര് ഫ്രീ ആവുമ്പോ അവർക്ക് ഓൺലൈനിൽ മിസ്സിനെ കണ്ട അപ്പൊ വിളിക്കും. പക്ഷെ ഞാൻ അപ്പോഴും കേൾക്കും. കാരണം എന്റെ അനുഭവത്തിൽ നിന്ന് കേൾക്കാൻ കഴിയുക എന്നുള്ളത്, അതും ഇത്രയും സംസാരിക്കുന്ന ഞാൻ കുറച്ച് സമയം അതെ മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാവുന്നു. എനിക്ക് എല്ലാവരോടും പറയാനുള്ളതാണ്. കാരണം മറ്റുള്ളവരെ എല്ലാവരും ഇപ്പൊ പാർട്ട്ണറിന് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുമ്പോ കുറച്ച് സമയം കൂടെ ഇരിക്കുന്നവരെ കേൾക്കാനും കൂടി തയ്യാറായ ജീവിതം കുറച്ചുകൂടി മനോഹരമാവും. അങ്ങനെ എന്നെ കേട്ട ശ്രീറാം ഡോക്ടർ ആയാലും, അല്ലെങ്കിൽ എനിക്ക് ടീച്ചറെ കൊണ്ട് പറ്റും, ടീച്ചറെ കൊണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ ആ ഒരു വാക്കുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച സന്ധ്യ, അങ്ങനെ ഒരുപാട് പേര് ജീവിതത്തിൽ ഇങ്ങനെ ഈ ഒരു ദേവിക പ്ലസ് പോയിന്റ് വളർച്ചയില് ഒരുപാട് പേര് ഇങ്ങനെ കൂടെ നിന്നിട്ടുണ്ട്. എല്ലാവരോടും നന്ദി പറയാനൊരു അവസരവും കൂടെ കണ്ടിട്ട് നന്ദി പറയാം.